ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, ഈ ഗ്രേസ് ടൈം എന്താണ് അതിൻ്റെ മാനദണ്ഡം പറഞ്ഞുവല്ലോ, അത് ഉപയോഗപ്പെടുത്താം. ആ ഗ്രേസ് ടൈം ഉപയോഗപ്പെടുത്താതെ തന്നെ അവിടെ കൃത്യമായിട്ടുള്ള ചട്ടലംഘനങ്ങൾ നടത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ആ സമയം ഗ്രേസ് ടൈം ആയാലും ഉപയോഗിക്കേണ്ട രീതികളൊക്കെ തന്നെ നമുക്കറിയാം. അപ്പോൾ അതൊന്നുമല്ല, ആ സമയത്തിന് അപ്പുറത്തേക്ക് ഇവർ തന്നെ തീരുമാനിക്കുന്ന രീതിയിലേക്ക് ഞാൻ ആവർത്തിക്കുന്നത് ശ്രീ ജയചന്ദ്രൻ, ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ മാത്രം, ഒരു വിഭാഗം മാത്രമാണ് നല്ലവരായിട്ടുള്ള നല്ല ഉദ്യോഗസ്ഥർ. ഞാനതുകൊണ്ടാണ് എടുത്തെടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ സീറ്റുകളിൽ അപ്പുറത്തും ഇപ്പുറത്തും നോക്കുമ്പോഴറിയാം. കള്ളന്മാരെ നമുക്കറിയാമല്ലോ, എവിടെയും 100% പെർഫെക്റ്റ് ആവണമെന്നില്ല. പക്ഷേ കള്ളന്മാർ, ബിരുദന്മാർ ഈ സംവിധാനം ദുരുപയോഗപ്പെടുത്തുന്ന ഒരുപാട് പേര് കാണും. അവരുടെ മുഖത്തേക്ക് നോക്കുക, അവരുടെ സീറ്റുകളിലേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. അപ്പോൾ അവരെ പിടികൂടുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഒരു സംശുദ്ധമായ ഒരു സിവിൽ സർവീസിംഗ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിലേക്ക് നോക്കുമ്പോൾ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അത് കളക്ടർക്ക് ഇപ്പോൾ ബോധ്യം വരികയാണ്, റവന്യൂ മന്ത്രിക്ക് ബോധ്യം വരികയാണ്. ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, ഇവിടെ ഈ ഗ്രേസ് ടൈമിൻ്റെ പ്രശ്നമൊക്കെ എന്തെങ്കിലും ന്യായത്തിന് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞയക്കണം. ഗ്രേസ് ടൈം ഒന്നല്ല, അതിൽ ഗ്രേസ് ടൈം ഒന്നുമല്ല പ്രശ്നം. ഗ്രേസ് ടൈം നേരത്തെ പ്രശാന്ത് പറഞ്ഞതാണ് ശരി. ഗ്രേസ് ടൈം വേണമെങ്കിൽ അത് ഒരു അംഗീകരിക്കപ്പെട്ട ഒരു ചട്ടത്തിനകത്തുള്ളതാണ് 300 മിനിറ്റ് ഗ്രേസ് ടൈം, അത് ഉപയോഗിക്കാം. ഇത് ഗ്രേസ് ടൈം അല്ലല്ലോ, അങ്ങ് 5:15 ശേഷം ചെയ്യേണ്ടതല്ല. അത് ആ ന്യായം ഒന്നും അംഗീകരിക്കേണ്ടതല്ല. എന്നാൽ ഇതിനകത്ത് നമ്മളൊരു പൊതുവായി ഇങ്ങനെ ഒരു വിഷയം സർക്കാർ സർവീസിൽ ആകെ ഉണ്ട് എന്ന് തോന്നുന്നത് അന്ന് പറയുന്നത് തെറ്റാണ്. വളരെ കുറച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ ശ്രീ ജയചന്ദ്രൻ കല്ലിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ നമ്മൾ നോക്കേണ്ടതാണ് ആ റിപ്പോർട്ട് സസൂക്ഷ്മം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയും ഈ സിസ്റ്റം അപ്പാടെ കുത്തേഞ്ഞത് നമ്മൾ പറയുന്നില്ല. കള്ളന്മാരുണ്ട്, കള്ളന്മാരെ കുറിച്ച് അല്ലെങ്കിൽ അവരെ കുറിച്ച് മാത്രമാണ്, അവർക്ക് മാത്രമാണ് വേദനിക്കുന്നത്. തലേ തപ്പി നോക്കുമല്ലോ, കൂടെ ഉണ്ടോ എന്ന് തപ്പി നോക്കുമല്ലോ എന്ന് പറയുന്ന പോലെ അവസ്ഥയാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മാത്രം പേടിച്ചാൽ മതി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, നല്ലവരായിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരാരും പേടിക്കേണ്ടതില്ല. കള്ളന്മാരെ കുറിച്ച് നിങ്ങൾ ഉദ്യോഗസ്ഥർക്ക് തന്നെ അറിയാം. ഈ ബിരുദന്മാര് രാവിലെ പഞ്ച് ചെയ്തിട്ട് നേരെ മറ്റു പണിക്ക് പോകുന്ന ആളുകൾ, നേരത്തെ വീട്ടിലേക്ക് പോകുന്ന ആളുകൾ, ഫയലത്രത്തോളം നീങ്ങാൻ താല്പര്യപ്പെടുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ സഹപ്രവർത്തകർക്ക് തന്നെ അറിയാം. മാത്രമല്ല ശ്രീ ജയചന്ദ്രൻ, ഒരു കാര്യം കൂടി പറയട്ടെ, ഇത്തരം വരുന്ന വിഷ്വൽസ് ഒക്കെ എന്താണ്, നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള അല്ലെ ഈ ഉദ്യോഗസ്ഥരുടെ ആളുകൾ തന്നെയാണ് നമുക്ക് പകർത്തി തരുന്നത്. എന്താണ്, അവർക്കറിയാം ഈ പറയുന്ന ചില ബിരുദന്മാരെ കുറിച്ച്. എത്ര പറഞ്ഞാലും ബോധ്യപ്പെടാത്ത, പഠിക്കാത്ത ആളുകളെ കുറിച്ച് പഠിപ്പിക്കേണ്ട രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിനെ സന്ദേശത്തോടെ കണ്ടാൽ മതിയല്ലോ. അല്ല, അങ്ങനെ തന്നെയാണ് കാരണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വാർത്തയെ ഈ മാതൃഭൂമി കൊണ്ടുവന്ന വാർത്തയെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തൊരു ആപ്പിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവണം. ഒരു 100 മീറ്ററിലുള്ള പരിധി അല്പം കൂടി കുറച്ച് ഒരു 50 മീറ്ററോ, അല്ലെങ്കിൽ ഈ ജിയോ ടാഗിങ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഓഫീസ് കോംപ്ലക്സിലേക്ക് ഒറ്റ ജിയോ ടാഗിങ്ങേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. അത് ഓരോ ഇൻഡിവിജ്വലായി ചെറിയ ഓഫീസുകൾക്ക് ജിയോ ടാഗിങ് വെച്ച് അതിൻ്റെ ഒരു പരിധി അവർ ഡോർ സ്റ്റെപ്പിൻ്റെ ഇപ്പുറത്തോ അല്ലെങ്കിൽ ഡോർ സ്റ്റെപ്പിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഓരോ ഓഫീസിൻ്റെ മുന്നിലും പ്രത്യേകിച്ച് ഒരു ആപ്പ് സ്ഥാപിക്കണം. ഒരു മൊബൈലോ ഒരു ടാബോ, ആ പ്രത്യേകിച്ച് ഒരു ടാബ് സ്ഥാപിച്ചാൽ ആ ഡോർ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് അവർക്ക് ആപ്പ് അതിൻ്റെ സൗകര്യം പ്രയോജനപ്പെടുത്തി തിരിച്ചു പോകാം. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം ഫോണിൽ നിന്നാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പരിമിതിയും കൂടി കാണും. ഗവൺമെൻറ് കുറച്ചുകൂടി ഇക്കാര്യത്തിനകത്ത് ഒരു ഇടപെടൽ നടത്തി ഇപ്പോൾ വന്ന ഈ പരിമിതി, ഈ ഇതിനകത്ത് വന്ന ഈ പാകപ്പിഴ പിന്നെ അവസാനിപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ശ്രീ ജയചന്ദ്രൻ, അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഈ ശശിധരൻ നമ്മുടെ NGO യൂണിയന്റെ പ്രതിനിധി കൂടി തത്സമയം ചേരുന്നുണ്ട്. അതിന് മുമ്പ് ഒരു പ്രേക്ഷകന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോവുകയാണ്. അബ്ദുൽ കരീം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൽ കരീം, താങ്കൾക്ക് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്താണ്? ഹലോ, ശ്രീ അബ്ദുൽ കരീം കേൾക്കാമെങ്കിൽ? കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ. സർക്കാർ ജീവനക്കാർക്ക് ഒരു ദിവസം കൂടി എക്സ്ട്രാ ലീവ് കൊടുക്കാൻ വേണ്ടിയുള്ള സർക്കാർ തീരുമാനിക്കുന്നത് പോകുന്നത്. ശനിയാഴ്ച കൂടി അവധി കൊടുക്കണം സർക്കാർ തീരുമാനമായി വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇവര് ജീവനക്കാർ ഇങ്ങനെ നേരത്തെ വീട്ടിൽ പോകുന്ന നേരം വൈകി വരികയും ചെയ്താൽ നമ്മളെ ജനങ്ങളുടെ കാര്യങ്ങൾ ആരും നോക്കാനുള്ളത്? ഇങ്ങനെ പോയി കഴിഞ്ഞാല് 4 മണിക്ക് അവർ ഈ സമയത്ത് അവർ ജിമ്മിപ്പോൾ കളിക്കുന്നു. നമ്മളെന്ന് ചെന്നാൽ അവർ മോൻ കറക്കും. സമയത്ത് ചെന്നാലും അവർ മോൻ മാറും. ചോദിച്ചത് മിണ്ടേ ഇല്ല. ഈ സർവീസ് ഓഫീസർ ഇവരുടെ ഈ ജോലിക്കാരെ പ്രവൃത്തി ഇതാണ്. അവർ ന്യായീകരിക്കാൻ വേണ്ടി നേതാക്കന്മാരുണ്ടാവും. അവരെ ന്യായീകരിക്കാനുണ്ട്. കാരണം അവർക്ക് അവരുടെ നോക്കണമല്ലോ. നേതാവ് ന്യായീകരിക്കുന്നുണ്ട് ജോലിക്കാർ. ശ്രീ അബ്ദുൽ കരീം, താങ്കളും പറയുന്നത്. ചന്ദ്രൻ നായർ തിരുവനന്തപുരത്ത് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ചന്ദ്രൻ നായർ, പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. സാർ, ഞാൻ നാഷണൽ സെസ്സിൽ 25 വർഷം ജോലി ചെയ്ത ആളാണ്. 9:30 to 5:30 കൃത്യമായിട്ട് നമ്മൾ കാർഡ് ഇട്ട് പഞ്ച് ചെയ്ത് സർവീസിൽ നിന്ന് ഇറങ്ങിയ ആളാണ്.
അപ്പൊ എന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 2 ദിവസം കുഞ്ഞുങ്ങളോടും പേരൻസിനോടും കഴിയാം. ഉഴപ്പുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അതിനെപ്പറ്റി പറയാൻ പറ്റൂല. അപ്പൊ അത് കാരണം കൊണ്ട് കേരള ഗവൺമെന്റിന്റെ ജീവനക്കാരെല്ലാരും കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഒരു ആത്മാർത്ഥത കാണിച്ച് ഈ കിട്ടിയ അവസരം പൂർണ്ണമായിട്ട് 2 ദിവസം വീട്ടിൽ നിൽക്കാനുള്ള ഒരു സൗകര്യം കിട്ടും. 9:30 to 5:30 വരെ സമയം ജോലി ചെയ്യുക എന്ന് എനിക്ക് മാത്രമേ പറയാനുള്ളൂ. അതിനുള്ള പ്രതിഫലം സർക്കാർ തരുന്നുണ്ടല്ലോ സാർ. യെസ്, തീർച്ചയായും അതാണ് ചന്ദ്രൻ നായർ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ അനുഭവം കൂടിയാണ് അദ്ദേഹം പങ്കുവെച്ചത്. ശ്രീ ശശിധരൻ, അപ്പോൾ നേരായ വഴിക്ക് കാര്യങ്ങൾ പോകണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെയും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നല്ലവരായ ഉദ്യോഗസ്ഥർ ആരും പേടിക്കേണ്ടതില്ല. ഈ ബിരുദന്മാർ മാത്രം ഭയപ്പെട്ടാൽ മതിയെന്ന് ആവർത്തിച്ച് പറയുകയാണ്, നമ്മുടെ ജാഗ്രത അലർട്ട് നൽകുന്നത് പോലെ. ശ്രീ ശശിധരൻ, ഇത് ഈ ഒരു ചില വിഭാഗം ആളുകളുടെ ഒരു കീഴ്വഴക്കമായി മാറുകയാണെങ്കിൽ നോക്കൂ, നമുക്കറിയാം അവിടെ സിവിൽ സ്റ്റേഷനിലേക്ക് വരുന്ന ആളുകൾ എത്രയോ ആളുകളാണ്. അവർ ക്യൂ നിന്ന് പാവപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ആത്യന്തികമായിട്ടൊരു സേവനം നൽകുക, അത് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സേവനത്തിൻ്റെ അത് ഒരു റിസൾട്ടാണ്. അതുണ്ടാകാതെ പോകുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ ശ്രീ ശശിധരൻ? ശ്രീ ശശിധരൻ കേൾക്കാമെങ്കിൽ, NGO യൂണിയൻ നേതാവ് ശ്രീ ശശിധരൻ കേൾക്കാമെങ്കിൽ അങ്ങനെയാണ് ചോദ്യം. കേൾക്കാം. പറഞ്ഞോളൂ. താങ്കൾ ആദ്യം പറഞ്ഞതിൽ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. ഭൂരിഭാഗം ജീവനക്കാരും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണ്. കൃത്യസമയത്ത് വന്ന് ജോലി ചെയ്ത് ചിലപ്പോൾ അധിക സമയത്തും അവധി ദിവസങ്ങളിലും ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ട്. എന്നാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ മാതൃഭൂമി തെളിവ് സഹിതം വാർത്ത കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അങ്ങനെയുള്ള ചില ആളുകൾ ഈ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ഈ മേഖലയിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഒരു കാരണവശാലും അത്തരത്തിലുള്ള നടപടിയെ അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് മാധ്യമധർമ്മം ചെയ്യുകയാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. ആ പുറത്തു കൊണ്ടുവരുന്നതിനെ ഞങ്ങളാരും എതിർക്കാൻ തയ്യാറല്ല. കാരണം മാതൃഭൂമിയും ആവർത്തിച്ച് പറയുന്നത് ഇത് തെറ്റ് ചെയ്യുന്നവരെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്. ആ തെറ്റ് ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. സിവിൽ സർവീസിൽ സർക്കാർ ജീവനക്കാർക്ക് പ്രവൃത്തി സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ 10:15 മുതൽ 5:15 വരെയാണ് അവരുടെ പ്രവൃത്തി സമയം. ആ പ്രവൃത്തി സമയം പൂർണ്ണമായും ഓഫീസിൽ ഉണ്ടാകുകയും ശശിധരൻ, പ്രേക്ഷകർ ഒരുപാട് പേര് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗഫൂർ മലപ്പുറത്ത് നിന്ന് ഒരു പ്രേക്ഷകനുണ്ട്. ഗഫൂർ പറഞ്ഞോളൂ. നമ്മൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് അറിയിച്ചാല് ഈ എല്ലാ മേഖലയിലും കുറെ യൂണിയൻ ഉണ്ട്. ഈ വിദേശ രാജ്യത്തൊന്നും യൂണിയൻ ഇല്ല. ആ കാരണത്താൽ എല്ലായിടത്തും കറക്റ്റായിട്ട് ഒരു ജോലി ചെയ്യും. ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. യൂണിയൻ ഉണ്ടായതുകൊണ്ട് അവർക്ക് കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണത്താൽ അവർ ഈ കറക്റ്റായിട്ട് ജോലി നിർവഹിക്കുന്നില്ല. തീർച്ചയായും യൂണിയൻ പ്രതിനിധികൾ 2 പേരുണ്ട്. അവരുടെ മറുപടി വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ശരത്ത് കോഴിക്കോട് നിന്ന് പ്രേക്ഷകനുണ്ട്. ശരത്ത് പറഞ്ഞോളൂ, വാർത്ത എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതേ വിഷയങ്ങൾ കേരളത്തിൽ പൊതുവെ നടന്നു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ പഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പരാതി കൊടുത്തിരുന്നു, ജീവനക്കാർ വൈകി വരുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷേ തുടർ നടപടികൾ കാര്യമായിട്ട് എടുത്തില്ല. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ സംവിധാനങ്ങൾ എന്നുള്ള നിലയിലാണ് ഇതിന്റെ മേൽ ഘടകത്തിലുള്ള ആളുകളും നമ്മൾ സ്വീകരിച്ചത്. പക്ഷേ ആ നടപടി കാര്യമായിട്ട് ഒരു നടപടി ഉണ്ടായില്ല. തീർച്ചയായും ശ്രീ MK ഹരിദാസ്, അങ്ങനെ ചിലർ വിചാരിച്ചാൽ അങ്ങനെ കുത്തഴിഞ്ഞ സംവിധാനമായി നമ്മുടെ ഈ പ്രധാനപ്പെട്ട ആളുകൾക്ക് ആക്സസ് ഉള്ള ആളുകൾക്ക് അങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ട, സർവീസ് ലഭ്യമാകേണ്ട ഇടങ്ങൾ മാറുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ ആ പുഴുക്കത്തുകളെ വലിച്ചു മാറ്റാനും അവരെയൊക്കെ ശിക്ഷിക്കാനും കൃത്യമായിട്ടുള്ള പണിഷ്മെന്റിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സമൂഹം, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്റ്റേറ്റ് കൂടിയായി മാറേണ്ടതല്ലേ ശ്രീ MK ഹരിദാസ്? നോക്കൂ, ഇവിടെ ഈ പഞ്ചിങ്ങിന്റെ കാര്യം പറഞ്ഞു, അതുമാതിരി തന്നെ ആപ്പിന്റെ കാര്യം പറഞ്ഞു, അതുമാതിരി തന്നെ പലവിധ വിഷയങ്ങളും ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ ആത്മാർത്ഥത, ഞങ്ങൾ വാങ്ങുന്ന ശമ്പളം ഇവിടുത്തെ പാവപ്പെട്ട നികുതിദായകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൽ നിന്നാണെന്നുള്ളൊരു ബോധം, ആ ബോധത്തിൽ നിന്നും ഉൾക്കൊള്ളാവുന്ന ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ പഞ്ചിങ്ങും ഇല്ല, ഒരു വിധത്തിലുള്ള ആപ്പും ഇല്ല, കോപ്പും ഇല്ല, ഒന്നും വേണ്ട. യാതൊരൊന്നും ഇല്ലാണ്ട് തന്നെ അവരവരുടെ ജോലി ചെയ്യാം. ഇവിടെ ഇപ്പൊ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഓരോ സർക്കാർ
സർക്കാർ ഉദ്യോഗസ്ഥരും ഇരിക്കുന്നത് ഓരോ ട്രേഡ് യൂണിയന്റെ കൊട ചൂടിയിട്ടാണ്. കാരണം അവർ ആ ട്രേഡ് യൂണിയന്റെ കൊടയ്ക്കുള്ളിൽ അവർ സംരക്ഷകരാണ്. അവർ പൂർണ്ണമായിട്ടും സംരക്ഷിതരാണ്. ഈ സംരക്ഷിതരായതുകൊണ്ട് തന്നെ അവർ കൃത്യസമയത്ത് ജോലിക്ക് വന്നില്ലെങ്കിലും കൃത്യസമയത്ത് ജോലി വിട്ടിട്ട് ഇഷ്ട സമയത്ത് പോകുകയാണെങ്കിലും അതിനൊന്നും നടപടിയെടുക്കാൻ നമ്മുടെ സർക്കാരിനാവില്ല. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന നമ്മുടെ ഈ അവസ്ഥയില് ഞാൻ ഇന്നലെ പ്രതീഷിനോട് പറഞ്ഞു, 60% ജീവനക്കാരും ആത്മാർത്ഥതയോടുകൂടിയല്ല ജോലി ചെയ്യുന്നത്. 6 മണിക്കൂറിനും 4.5 മണിക്കൂറിനും 6.5 മണിക്കൂറിനും ഇടയിലുള്ള സമയത്ത് മാത്രമേ അവർ ജോലി ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഞങ്ങളുടെ സർവേയിൽ കണ്ടെത്തിയ കാര്യമാണ്. ബാക്കിയുള്ള 40%, ആ 40% എന്ന് പറഞ്ഞാൽ KSRTC, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഈ 3 ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർക്ക് യാതൊരു വിധത്തിലും ഉഴപ്പാൻ സാധിക്കാത്ത വിധത്തില് അവർ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ കൃത്യസമയത്ത് ജോലിക്ക് വരുന്നു. കൃത്യസമയം ജോലി കഴിഞ്ഞിട്ടും അവർക്ക് ചിലപ്പോൾ കുറെ സമയം നിൽക്കേണ്ടി വരും. അല്ലാതെ നിങ്ങൾ ഈ നമസ്കാരം. ഇന്നലത്തെ വാർത്തയ്ക്ക് അഭിനന്ദനം. കാരണം 100% കറക്റ്റാണ്. കാരണം ഒരു 40%-ഓളം പേര് വരുന്ന ആൾക്കാർ യാതൊരു പ്രതിബദ്ധതയില്ലാതെ പിന്നെ അവരെ തോന്നിയനുസരിച്ചിട്ട് വരികയും പോവുകയും ചെയ്യും. ഒരു ആളെ അടുത്ത് ചെന്ന് നിന്നാൽ എന്ത് ചോദിക്കാത്ത, അതായത് ജില്ലാ ഓഫീസ്, അതുപോലെ പിന്നെ കളക്ടറേറ്റിലെ കാര്യം ഈ വസ്തു പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേര് ചെയ്യുന്ന കുറ്റത്തിനാണ് പിന്നെ ഈ ബാക്കിയുള്ള എല്ലാ പേരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കുറെ പേര്, ഒരു 10-20-30% പേര്, അത് ഈ യൂണിയനിൽ പ്രതികരിക്കുന്ന ആൾക്കാർ പോലും അതിനെ തിരുത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ നന്ദി ശ്രീ ശശിധരൻ. രഘുവും എന്ന പ്രേക്ഷകരെ ഈ വിളിക്കുന്ന പ്രേക്ഷകരൊക്കെ പറഞ്ഞ യൂണിയൻകാർക്ക് നേരത്തെ MK ഹരിദാസ് പറഞ്ഞതുപോലെ അവർ MK ഹരിദാസിന്റെ ആ സംഘടനയടക്കം ദി പ്രോപ്പർ ചാനൽ നടത്തിയ പഠനത്തിലുള്ള ഉൾപ്പെടെ 40% ആളുകൾ ഇങ്ങനെ ഉഴപ്പി നടക്കുകയാണ് എന്ന് പറയുമ്പോൾ നോക്കണം എത്ര വലിയ അന്തരമാണ് അക്കാര്യത്തിലുള്ളത്. അപ്പോൾ അവിടെയാണ് സംഘടനകളുടെ, നിങ്ങളുടെ ഉത്തരവാദിത്തം വരുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ ഒരു സംഘടന എന്ന നിലയിൽ ആത്മാർത്ഥമായി ജീവനക്കാരോട് നിങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശമോ നിങ്ങളുടേതെന്ന നിലയിൽ, നിങ്ങളുടെ ഓരോരുത്തരെയും സംഘടനകളുടേത് എന്ന നിലയിൽ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും, ശ്രീ ശശിധരൻ? തീർച്ചയായും ഇവിടെ യൂണിയനുകളാണ് ഇവരെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മറ്റൊന്ന്, നിങ്ങൾ കൊടുത്ത മാതൃഭൂമി ന്യൂസ് കൊടുത്ത വാർത്തയിൽ അവിടെ തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിലെ കളക്ടറേറ്റിലുമായി 750-ലധികം ജീവനക്കാരുണ്ട്. അതിൽ വളരെ ചുരുങ്ങിയ ആളുകളുടെ ചിത്രങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കൊടുത്തത്. ചുരുങ്ങിയത് എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ പോലും തെറ്റ് ചെയ്യാൻ പാടില്ല. അതിന് ഒരു കാരണവശാലും ഞങ്ങൾ ന്യായീകരിക്കുന്നുമില്ല. ജീവനക്കാരുടെ സംഘടന കേരള NGO യൂണിയനെ സംബന്ധിച്ച് NGO യൂണിയൻ അതിന്റെ രൂപീകരണ ഘട്ടം മുതൽ ഇന്ന് വരെ ഏത് സർക്കാരിന്റെ കാലത്തായാലും കൃത്യമായി ജോലി ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സംഘടനയാണ്. ഒരാളെയും സംരക്ഷിക്കില്ല, ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ഒരു രീതി കേരള NGO യൂണിയനെ സംബന്ധിച്ചില്ല, പൊതുവെ ഏത് സർവീസ് സംഘടനയെ സംബന്ധിച്ചും ഇല്ല എന്ന് തന്നെയാണ്. ഞാൻ ഈ പറയാം ശ്രീ ഷാജഹാൻ, കഴിഞ്ഞ ദിവസമാണ് ഒരു അഡീഷണൽ സെക്രട്ടറി പോസ്റ്റുള്ള ഒരു വ്യക്തിയാണ് സെക്രട്ടേറിയറ്റിലെ. നമ്മൾ ഈ വാർത്ത ഇട്ടതിന് ശേഷം അടിയിൽ വന്ന കമന്റാണ് ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു ലേഡിയാണ്. ആ ലേഡി പറയുകയാണ്, കോലുമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലെ വന്ന ഒരു റിപ്പോർട്ടറെ ഞങ്ങളെ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് എന്ന് ആ ലേഡി പറയുകയാണ്. ഞാൻ ആ വെറും ലേഡിയാണ്, ചില മുഖമില്ലാത്ത ആളുകൾ ആണല്ലോ എന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ മുഖമുണ്ട് അവർക്ക്, അവരുടെ പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുകയാണ്. അപ്പോൾ ആലോചിക്കണം, ചില ആളുകളുടെയൊക്കെ മനോനിലയാണ് നമ്മൾക്ക് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ളവർ ഈ രീതിയിൽ പോയിരുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളവരായിരിക്കും, അല്ലാതെ അതിനെ ന്യായീകരിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. തീർച്ചയായും ശ്രീ MK ഹരിദാസ്, ഇവിടെ ശ്രീ ശശിധരൻ പറഞ്ഞതുപോലെ ആത്മാർത്ഥതയോടുകൂടിയാണോ അദ്ദേഹത്തിന്റെ വാക്കുകളെ നമ്മൾ കാണേണ്ടത്? ഹരിദാസിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ TP ഷാജഹാൻ എന്നൊരു പ്രേക്ഷകൻ കൂടി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ TP ഷാജഹാൻ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം. ഹലോ, കേൾക്കാം. നമ്മുടെ ഈ ജീവനക്കാര് ഒന്നാമത് കറക്റ്റ് സമയത്ത് ജോലിക്ക് വരുന്നില്ലല്ലോ. രാവിലെ 10 മണി പറഞ്ഞാൽ വരുന്നതല്ല, 10:30 കഴിയുമ്പോൾ വരും. 10:30-11 മണിയാവും. ഹലോ, പിന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യം ചെയ്താൽ പിന്നെ 5 മണി ആകുന്നതിന് മുമ്പ് തന്നെ അവര് ജോലി വിരമിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈയിടെ ശനിയും ഞായറും അവധിയാക്കി ജീവനക്കാരുടെ സമയം മറ്റുള്ള ദിവസങ്ങളിൽ സമയം കൂട്ടുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ.
ശരി, വർക്കരയിൽ നിന്നും ഒരു നാസർ എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. നാസർ, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. സാറേ, ഈ രാജ്യം നന്നാവണമെങ്കിൽ, സാധാരണക്കാരന് നീതി കിട്ടണമെങ്കിൽ ആ അടിയന്തരാവസ്ഥ കാലം തിരിച്ചു വരണം. അന്ന് ഇവിടെയുള്ള പാവങ്ങൾക്ക് നീതി കിട്ടിയിട്ടുള്ളൂ. സർക്കാർ ഓഫീസിൽ പോയാൽ 9:59 വരും, 5:30 ജോലിയും കഴിഞ്ഞ് വീട്ടിൽ പോകും. അതിനുശേഷം ഈ അടിയന്തരാവസ്ഥ 23 മാസം കഴിഞ്ഞതിന് ശേഷം ഈ നാട്ടിൽ ഒരു മനുഷ്യനും നീതി കിട്ടിയിട്ടില്ല. കാരണം ഇത് കുറെ യൂണിയനുകളുടെ കൈയടക്കി വെച്ചിരിക്കുക. ഏത് ഓഫീസിലെ സാധാരണക്കാർ നീതി കിട്ടുന്നത്? നീതി കിട്ടിയിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് സാധാരണക്കാരന്. ഒരു ആശുപത്രി പോയി എവിടെ പോയിരുന്നാലും ഇന്ന് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവരെ ജോലി തടസ്സപ്പെടുത്തി, നമ്മൾ ഭീഷണിപ്പെടുത്തി, നമ്മൾ അകത്താവും. അതാണ് ഇന്ന് സർക്കാർ ഓഫീസിലെ അവസ്ഥ. ഇത്രേ പറയാനുള്ളൂ. ആ അടിയന്തരാവസ്ഥ തിരിച്ചു വന്നാൽ ഈ രാജ്യം രക്ഷപ്പെട്ടു. വളരെ നന്ദി ശ്രീ സലീം. ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, ഇപ്പോഴെന്താണ് ഈ KSRTC ബസ്സുകളുടെ കാര്യം, ബസ്സുകളുടെ സമയം സംബന്ധിച്ച് തിരുവനന്തപുരത്തെ അവസ്ഥ, അതായത് സിവിൽ സ്റ്റേഷന് സമീപത്തുണ്ടായ ഈ സംഭവത്തിൽ അതിൽ ഈ KSRTCയോട് കളക്ടറുടെ പഴി എന്ന് പറയുന്നത് വൈകിട്ട് ബസ്സുകൾ സമയക്രമം പാലിക്കാതെ നേരത്തെ പുറപ്പെടുന്നു, തോന്നിയതുപോലെ എന്നുള്ളതാണ്. KSRTCക്കാണ് പഴി. ആലോചിക്കണം. അതായത് ഈ ഉദ്യോഗസ്ഥർക്കല്ല പഴി, ഉദ്യോഗസ്ഥർക്കൊരു സമയമുണ്ട്. അപ്പോൾ KSRTC കൂടി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണം. ഇവരുടെ സമയത്തിനനുസരിച്ച് അങ്ങനെയുള്ള സർവീസ് ക്രമപ്പെടുത്തണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അതെത്രത്തോളം ശരിയാണ് ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ? അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീവനക്കാർക്കൊരു സൗകര്യം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തുന്ന കുറച്ച് ജീവനക്കാരുണ്ട്. അത് നേരത്തെ പറഞ്ഞു, അത് ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഇവിടെ കളക്ടർ ഉദ്ദേശിച്ചത് ആ ഒരു സംവിധാനം, ആ ഒരു സൗകര്യം, നേരത്തെ പോകുന്ന ഒരു സംവിധാനം ഒഴിവാക്കിയാൽ ആരും പിന്നെ അങ്ങനെ കയറില്ലല്ലോ. അങ്ങനെ കയറിയിരിക്കാം, അല്ലെങ്കിൽ ബസ്സിൽ സീറ്റ് കിട്ടും, അതുകൊണ്ട് നേരത്തെ കയറിയിരിക്കാം എന്നുള്ള സംവിധാനത്തിലേക്ക് പോവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ആപ്പ് ഒന്നുകൂടി പരിഷ്കരിക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുന്നിൽ തന്നെ ആപ്പിൻ്റെ സംവിധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഓഫീസിൽ ഇറങ്ങി ഇതിപ്പോൾ സംഭവിക്കുന്നതാണ്, ബസ്സിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബസ് നിറയുമ്പോൾ ബസ് എടുത്തുകൊണ്ട് പോകുന്നു. സീറ്റ് കിട്ടാൻ വേണ്ടി ഒരു 5 മണിക്കോ 5:05 പിന്നെ സിവിൽ സ്റ്റേഷന് മുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും സിവിൽ സ്റ്റേഷൻ മാത്രമല്ല, കേരളത്തിലെ ഏതെങ്കിലും ഓഫീസിൽ നിന്ന് വെളിയിറങ്ങി വരുന്നു, സീറ്റ് ഓടി കുറച്ച് ദൂരെ യാത്ര ചെയ്യേണ്ടി വരും. അവരവിടെ നേരത്തെ കയറിയിരിക്കുന്നു, സീറ്റ് പിടിക്കുന്നു, അവിടെ ഇരുന്ന് 5:15 പോകുന്ന മുമ്പ് കൃത്യസമയത്ത് പഞ്ച് ചെയ്യുന്നു. അത് ആ ഒരു സൗകര്യം ദുരുപയോഗം ചെയ്തതാണ്. ആ ദുരുപയോഗം ഒഴിവാക്കാൻ വേണ്ടി കളക്ടർ എടുത്തൊരു നടപടിയായി നമ്മളിതിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇതിനകത്തൊരു പൊതുവായിട്ടുള്ള അല്ല, ഒരു കുറച്ച് ജീവനക്കാർ ഈ സൗകര്യങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവിദാസൻ പാലക്കാടിന്റെ പ്രേക്ഷകനുണ്ട്. ശ്രീ ദേവിദാസൻ, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. ദേവിദാസൻ, ടെലിവിഷൻ ശ്രദ്ധിക്കാതെ പറഞ്ഞോളൂ. ഹലോ ഹലോ പറഞ്ഞോളൂ. എന്റെ ഒരു പാലക്കാടാണ്. എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സർക്കാർ ജോലി കിട്ടി. ടെലിവിഷൻ ശ്രദ്ധിക്കണ്ട. ടെലിവിഷൻ ശ്രദ്ധിക്കാതെ പുള്ളിയെ കൊണ്ട് യൂണിയനിൽ ഒരാൾ വന്ന് പറഞ്ഞത്, നിങ്ങളെ യൂണിയനിൽ ചേർന്നു, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ സംരക്ഷിക്കുന്നു പറഞ്ഞു. വിജയകുമാർ പാലക്കാട് നിന്ന് ഒരു പ്രേക്ഷകൻ കൂടി ചേർന്നുണ്ട്. വിജയകുമാർ പറഞ്ഞോളൂ വേഗം. സാർ മറ്റേ തൃശ്ശൂർ ടൗണിലൊക്കെ ഞാൻ രാത്രി നിൽക്കുന്ന സമയത്ത് ജ്വല്ലറികളിലും തുണിക്കടകളിൽ നിന്നുള്ള സ്ത്രീകൾ എത്ര നേരം കഴിഞ്ഞിട്ട് പണി മാറ്റി പോണ്. 9-9:30 മണിക്ക് ജോലിക്ക് കയറി അവർ 9 മണിക്കൊക്കെയാണ് ജോലി കഴിഞ്ഞ് പോണ്. ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് ജോലിക്ക് കയറിയിട്ട് അവർ പിന്നെ ഉയർന്ന തസ്തികയിലെത്തിയിട്ട് അവരാണ് ഈ തോന്നിവാസങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ശരി വിജയകുമാർ. ശ്രീ ശശിധരൻ, നേരത്തെ നമ്മൾ പറഞ്ഞുപോലെ ഈ സിസ്റ്റം എങ്ങനെയെങ്കിലും നമുക്കത് അതിൻ്റെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകണം. ഈ കുറച്ചുകൂടി ഇങ്ങനെ കൃത്യനിഷ്ഠ പാലിക്കാതെ കറങ്ങി നടക്കുന്ന, സമയം അപഹരിക്കുന്ന അവരെ ഇങ്ങനെ നമുക്ക് നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. അതിൽ വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് ആവശ്യമായി വരുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ഒരു സിവിൽ സർവീസിനെ എത്രത്തോളം നല്ലതായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തെല്ലാം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ കൂടി അത് അട്ടിമറിക്കാൻ പല കോണികളുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ഈ സിസ്റ്റം തന്നെ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ? നേരത്തെ പറഞ്ഞുവല്ലോ, ജയചന്ദ്രൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു, ഇതിൻ്റെ ആപ്പടക്കം മാറ്റേണ്ടി വരുമെന്ന്. അത് എല്ലാ സംഘടനകളും എടുക്കേണ്ട തീരുമാനമാണ്. ആ സംഘടനകൾ എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ള പോസിറ്റീവ് ഒരു ആസ്പെക്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ കലാപക്കൊടിയുമായി മുന്നോട്ട് വരാതെ
സൗത്ത് ദേശത്തോടെ താങ്കളടക്കമുള്ള സംഘടനയ്ക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന നിർദ്ദേശം എന്താണ്? തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി സിവിൽ സർവീസ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരെ സേവിക്കാനുള്ള പബ്ലിക് സർവൻസ് ആണ് ജീവനക്കാർ. അവർ കൃത്യമായും സർക്കാർ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവർ തന്നെയാണ്. ഇവിടെ ഈ അറ്റൻഡൻസിന് ഹാജർ സംബന്ധിച്ച് ഒരു വ്യവസ്ഥ കൊണ്ടുവരുന്നത് അത് പാലിക്കാനാണ്. ഗ്രേസ് ടൈം കൊടുക്കുന്നത് അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി സൂപ്പർവിഷൻ, ഇത് സംബന്ധിച്ച സൂപ്പർവിഷന്റെ അഭാവം ഇവിടെ മുഴച്ചു നിൽക്കുന്നുണ്ട്. തീർച്ചയായും ഇതിലൊക്കെ ആപ്പും അതുപോലെ ഇനിയും ആധുനിക സാങ്കേതിക വിദ്യകളുണ്ട്. കൃത്യമായി ഇതിനെ പരിശോധിക്കുകയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുകയും ഇപ്പോൾ മാതൃഭൂമി ചാനലും ചെയ്തത് ഒരു തരത്തിലുള്ള സോഷ്യൽ ഓഡിറ്റ് കൂടിയാണ്. അതിനെ തിരുത്തി കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനനുസരിച്ച് കാലോചിതമായി അറ്റൻഡൻസ് സംബന്ധിച്ചും ജോലി സമയത്തെ സംബന്ധിച്ചും ഒക്കെ പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പരിഷ്കാരത്തെയും സിവിൽ സർവീസിനെ ജനസൗഹൃദമാക്കാനുള്ള എല്ലാ പ്രവർത്തനത്തെയും ഞങ്ങളുടെ സംഘടന വളരെ സർവാത്മന സ്വാഗതം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, വളരെയധികം നന്ദി ശശിധരൻ. ഒപ്പം ജയചന്ദ്രൻ കല്ലിങ്കൽ, ATUC, 2 ട്രേഡ് യൂണിയൻ നേതാക്കന്മാരാണ് സൗത്ത് ദേശപരമായിട്ടുള്ള മാതൃഭൂമി ന്യൂസിന്റെ ഈ ഇടപെടലിനെ ശ്ലാഘിക്കുകയും ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ജയൻ മമ്പറം പാലക്കാട് എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ആ പ്രേക്ഷകന്റെ പ്രതികരണത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ജയൻ പറഞ്ഞോളൂ. സാർ, അത് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ റവന്യൂ സർവീസിലാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുള്ളത്. ഇതില് യൂണിയൻ സംബന്ധിച്ച് വരികയാണെങ്കിൽ ജോയിന്റ് കൗൺസിൽ ആയിക്കോട്ടെ, NGO യൂണിയൻ ആയിക്കോട്ടെ, NGO അസോസിയേഷൻ ആയിക്കോട്ടെ, ഇതിൽ കൂടുതലും ഇവർ കുറ്റം ചെയ്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സമയം വൈകിപ്പിക്കുക, കാലതാമസം സൃഷ്ടിച്ച് ജനങ്ങൾക്ക് നീതി നിഷേധം ഉണ്ടാകുന്ന ഒരുപാട് ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സംസ്ഥാനത്ത് നമ്മുടെ ജില്ലകൾ 14 ജില്ലകളിൽ റവന്യൂ വകുപ്പിന്റെ കീഴിൽ വരുന്ന 100 കണക്കിന് ഫയലുകൾ കെട്ടിക്കിടക്കുന്ന വർഷങ്ങളായിട്ട് നീതി നിഷേധിച്ച് ജനങ്ങൾ ദുരിതത്തിലാകുമ്പോൾ ഈ സംഘടനാ പ്രവർത്തകർ വെറുതെ ഈ മൈക്കിന്റെ മുന്നിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന ഇതിന് ഏക പോംവഴി എന്ന് പറയുമ്പോൾ നമ്മുടെ നികുതി പണം കൊണ്ട് ഇവർക്ക് വലിയ ശമ്പള വർധനവും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തിട്ട് ജനങ്ങൾക്ക് നീതി നിഷേധം ഉണ്ടാകുന്നത് എവിടെയാണെന്ന് പറയുന്നത് ഇവരുടെ സംഘടനാ പിൻബലത്തിന്റെ പേരിൽ ആയതുകൊണ്ട് സർക്കാർ സർവീസിലുള്ളവർക്ക് സംഘടനയിൽ ഇരിക്കാൻ അർഹതയില്ല. അവർക്ക് സംഘടന വേണ്ട. അവർ പൊതുജന സേവകനായി സർക്കാരിന് നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട അവകാശങ്ങളിലൂടെ ഫയലുകൾ മുഖ്യമന്ത്രി പറയുന്ന വാക്ക് കടമെടുത്താൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഓരോ ജനങ്ങളുടെ സാധാരണക്കാരന്റെ ഫയലുകൾ അവരവരുടെ ജീവിതമാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വെറുതെ പറയുകയല്ലാതെ അയാളുടെ മൂക്കിന്റെ താഴെ നടക്കുന്ന സെക്രട്ടേറിയറ്റിൽ പോലും ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്ന് പറയുന്നത് ഗുരുതരമായ ഭരണവീഴ്ചയാണ്. ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടത് സംഘടന. അവർക്ക് സർക്കാർ സർവീസിലുള്ളവർക്ക് സംഘടന പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എന്നെ പോലെ 100 കണക്കിന് ആളുകൾക്കുള്ളത്. സാർ, വളരെയധികം നന്ദി ശ്രീ ജയൻ മമ്പറം. ശ്രീ ജയൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ മുന്നിലേക്കുന്ന ഫയലുകൾ അത് ഓരോന്നും ഓരോ ജീവനുകളാണ്. അപ്പോൾ ഈ കറങ്ങി നടക്കുന്ന ജോലി സമയത്ത് മറ്റിടങ്ങളിലൊക്കെ പഞ്ച് ചെയ്ത് മാറി നിൽക്കുന്ന, പാർക്കിൽ ഉല്ലസിക്കുന്ന, നേരത്തെ വീട്ടിലേക്ക് പോകാൻ ധൃതി കൂട്ടുന്ന ഉദ്യോഗസ്ഥർ മാത്രം ഭയന്നാൽ മതി, അവർക്ക് മാത്രം ഞെട്ടലുണ്ടായാൽ മതി, അവർ മാത്രം മറ്റു രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഈ വാർത്തയിന്മേൽ ചൊരിഞ്ഞാൽ മാത്രം മതി. അല്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ, നല്ലവരായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ, പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, പല ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന അവരാരും ഭയക്കേണ്ടതില്ല ഈ വാർത്ത കണ്ട്. എന്തായാലും മാതൃഭൂമി ന്യൂസിൻ്റെ വാർത്ത ശരിവെച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ആ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ശരിയാക്കാൻ വേണ്ടി കളക്ടർ തന്നെ മുന്നോട്ട് വരുന്നു. ഒപ്പം തന്നെ സംസ്ഥാന റവന്യൂ മന്ത്രി ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അതിനുമേലുള്ള നടപടി പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രീതിയിലേക്കൊരു ഇടപെടലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഒരു ശുദ്ധീകരണത്തിലേക്ക് പോകാം എന്നതായിരുന്നു ആ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം പ്രതികരിച്ച ഒരുപാട് പേർ ഉണ്ടായിരുന്നു, പ്രേക്ഷകർ ഒരുപാട് പേർ, പലരും വിളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും പ്രതികരണം നമുക്ക് കൊടുക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞവർക്കും നന്ദി അറിയിക്കുന്നു.